മൊയ്തീൻ ചെയ്ത് മൂക്കുമൊത്തോണ്ടാത്തത്? ആ ചോദ്യം ഒക്കെ ഒരു സിലബസാണ്. അതാര് ചോദിച്ചാലും സിലബസ് ഒന്നാണ്. അപ്പൊ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകം കാണാനില്ലാതെയായപ്പോ സ്വഹാബത്ത് തെരഞ്ഞുപോയി. സ്വഹാബത്ത് ഒട്ടകത്തെ തെരഞ്ഞുപോയി. അപ്പോഴാണ് ഈ കുശുകുശു ഇങ്ങനെ നടക്കുന്നത്. ഇനിയിപ്പോ അങ്ങനെയല്ല, ഒരാളൊരു സംഗതി പെട്ടെന്നാണ് കണ്ടില്ലാന്ന് കൂട്ടുക, എന്നാ പിന്നെ എല്ലാന്നാ പറയല്. അങ്ങനെ കാണാത്തത് എന്തൊക്കെ കണ്ണുണ്ടായാൽ തന്നെ ചിലപ്പോ നമുക്ക് കാണൂല, നോക്കിയാൽ തന്നെ കാണൂല. അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. സാധനം എല്ലാം അറിയാൻ പറ്റുമോ അതിന്? മഗ്‌രിബിസ്കരിച്ചാൻ വേണ്ടി ആചാരാക്ക മിറ്റത്തിറങ്ങിയാണ്ട് മളയാ ടോർച്ചിന് എടുത്താറി. ടോർച്ച് ആചാരാക്കാന്റെ തൊക്കിലുണ്ടാവും, പക്ഷെ മൂപ്പര് അങ്ങോട്ട് ആലോചിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ആചാരാക്കാന്റെ തൊക്കില് ടോർച്ചില്ല എന്ന് ആരെങ്കിലും അന്തള്ളോല് പറയും. അത് ആചാരാക്ക കണ്ടിട്ടില്ല. അപ്പൊ ആചാരാക്ക കണ്ണൊട്ടനാ? കണ്ണൊട്ടനും അല്ല. ആ ബൈക്ക് പോകാനോ അവിടെ ബസ് ഇറങ്ങാനും മൂപ്പർക്ക് തൗഫീഖ് ഉണ്ടായിട്ടില്ല. അതേനർത്ഥം. അല്ലാതെ എന്തതിനർത്ഥമല്ല കണ്ണൊട്ടനാണെന്നോ അങ്ങനെ ഒരു ടോർച്ച് ദുന്യാവിലില്ലാന്നോ അതൊക്കെ പറയുന്നവർക്ക് കുതിരോട്ടത്തെ വൈദ്യര് വല്ല ചികിത്സ നടത്തിയെങ്കിൽ നല്ലത്. നമ്മൾ എന്ത് ചികിത്സ നടത്താനാ? ഞമ്മക്ക് AP ഉസ്താദ് ഒരു യാത്രയേറ്റ് വരുന്നുണ്ട്, ജനങ്ങളോട് കള്ളു കുടിക്കരുത് എന്ന് പറയാൻ. ജനങ്ങൾക്കിടയിൽ വ്യഭിചാരം വർദ്ധിക്കുന്നു, അത് പാടില്ലെന്ന് പറയാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ രാജ്യത്ത് ആ കാര്യം പറയാൻ ഒരു പണ്ഡിതൻ വേണ്ടേ? ഈ രാജ്യത്തേക്ക് മാനവികതയെ ഉണർത്തുന്നു എന്ന മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് മലയാളികളിലേക്ക് മഹോനായ കാന്തപുരം ഉസ്താദ് വരുന്നത് ഈ രാജ്യത്തെ ആലിമീങ്ങളെ തെറി പറയാനല്ല, ഏതെങ്കിലും സംഘടനക്കാരെ ഇകഴ്ത്താനല്ല, ഏതെങ്കിലും ആളുകളെ ചീത്ത പറയാനല്ല. അങ്ങനെ AP ഉസ്താദിനെ ചീത്ത പറയുന്നവരെ കൊന്ന് കണക്കിന് പറയണമെന്ന് കാന്തപുരം ഉസ്താദ് ചിന്തിച്ചാൽ കാന്തപുരം ഉസ്താദിന് ആയിരക്കണക്കിന് വേദിയൊരുക്കി കൊടുക്കാം. ലക്ഷങ്ങൾ കേരളത്തിലുണ്ട് കേട്ടോ. പക്ഷേ ഉസ്താദിന്റെ ശൈലി അതല്ല. ഉസ്താദ് പ്രതിനിധാനം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദീനിനെയാ. അതുകൊണ്ട് തന്നെ ചീത്ത പറയുമ്പോഴും തെറി പറയുമ്പോഴും അവിടുത്തെ ശിഷ്യന്മാരെ വിളിച്ച് ഉസ്താദ് പറയുന്നത് എന്താ? അവിടുത്തെ പ്രവർത്തകന്മാരെ വിളിച്ചു പറയുന്നത് എന്താണ്? എന്നെ ഇന്നാലിന്ന കക്ഷികൾ ഇന്നാലിന്ന തെറി പറയുന്നുണ്ടോ, ഒരക്ഷരം കൂട്ടി പറയണേന്ന് പറയാറില്ല. അവിടുത്തെ ഉമ്മത്തീങ്ങളെ വിളിച്ചിട്ട് പറയുന്നത് എന്താണ്? മർക്കസിലുള്ള തിരുകേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ തെറ്റിദ്ധരിച്ച ആളുകളോട് പറയാനുള്ളതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ദീനിന്റെ കടമകൾ നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? ഇനിയും ആർക്കെങ്കിലും ബോധ്യപ്പെടാത്തതുണ്ടെങ്കിലോ, ഞാൻ ഈ ദുനിയാവിൽ ഹയാത്തിലുണ്ട്, എന്റെ അടുത്ത് വന്നത് ആർക്കും തീർക്കാവുന്നതാ.